നമസ്കാരം എല്ലാവർക്കും, വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്കിന്ന് റിലേഷൻ റീഡിംഗ് നോക്കാം. ഇതിൽ നിന്ന് നമ്മൾ ചോദിക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ, നിങ്ങളെ നഷ്ടപ്പെടുമെന്ന് നിങ്ങളുടെ പേഴ്സണിന് പേടിയുണ്ടോ? ഓക്കെ, നിങ്ങളുടെ പേഴ്സണിന് പേടിയുണ്ടോ? നിങ്ങളെ നഷ്ടപ്പെടുമോ എന്നവർക്ക് ഒരു ടെൻഷൻ ഉണ്ടോ എന്ന് നോക്കാം. ഓക്കെ, 2 ഡെക്സ് യൂസ് ചെയ്യുന്നുണ്ട് ഞാൻ. ആൻഡ് കുറച്ച് മെസ്സേജസ് കൂടി എടുക്കാം ലാസ്റ്റിൽ, അവരുടെ പേഴ്സൻ്റെ മെസ്സേജസ്. ഓക്കെ, നിങ്ങളെ നഷ്ടപ്പെടുമെന്ന് അവർക്ക് പേടിയുണ്ടോ എന്ന് നോക്കാം. എക്സ്ചേഞ്ചിങ് ഗിഫ്റ്റ്സ്, സെറൻഡിപ്പിറ്റി, സോൾമേറ്റ്. ഇതിവിടെ ഇരിക്കട്ടെ. ഷോപ്പ് വുഡ്. ഓക്കെ, ഈ കാർഡ്സ് ഇവിടെ ഇരിക്കട്ടെ. ഓക്കെ, ഞാൻ ടാരോ ഒന്നുകൂടി നോക്കിയിട്ട് നമുക്ക് പറയാം. 9 of Pentacles, Knight of Cups, 7 of Cups, Knight of Pentacles, Queen of Swords, 8 of Swords, Emperor, 8 of Wands, Fool. ഇവിടെ എനിക്ക് സത്യം പറഞ്ഞാൽ തോന്നുന്നത് എന്താ അറിയോ, നിങ്ങളുടെ പേഴ്സണ് നിങ്ങളെ നഷ്ടപ്പെടുമെന്നുള്ളൊരു പേടിയില്ല. എനിക്ക് അങ്ങനെ ഫീൽ ചെയ്ത്. കാരണം വളരെ പോസിറ്റീവായിട്ടുള്ള റീഡിങ്സ് ആണ് ഇവിടെ. എനിക്കൊരു സ്ട്രെസ്, ടെൻഷൻ, ഓക്കെ, ബ്ലോക്കേജ് ഉണ്ട്, ഞാൻ പറയാം. നിങ്ങളുടെ പേഴ്സണിന് ഓക്കെ ഒരിക്കലും, അതായത് നിങ്ങളെ നഷ്ടപ്പെടും എന്നുള്ളൊരു പേടി അവർക്കില്ല. സോറി, അങ്ങനെയല്ല. എങ്ങനെയാണ് പറയേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് സ്നേഹമുണ്ട് എന്നുള്ള കാര്യത്തിൽ അവർക്ക് വളരെ ഉറപ്പാണ്. ഓക്കെ, മേ ബി ഒരു ഓവർ കോൺഫിഡൻസ് ആണെന്ന് പറയാം. ആക്ച്വലി എംപറർ വന്നുകൊണ്ട് എനിക്ക് ആ ഒരു ഓവർ കോൺഫിഡൻസിൻ്റെ കാര്യമാണ് തോന്നുന്നത്. അതായത് അവർക്കറിയാം, ഓക്കെ, അതായത് നിങ്ങൾ അവരെ വിട്ട് എവിടെയും പോവില്ല എന്നവർക്കറിയാം. ഓക്കെ, ഒന്നാമത്തെ കാര്യം, നിങ്ങൾ തമ്മിൽ ഷെയർ ചെയ്യുന്ന ഒരു കണക്ഷൻ അത് അങ്ങനെയാണ്, വളരെ ഡീപ്പായിട്ടുള്ള ഒരു കണക്ഷനാണ്. ഓക്കെ, സോൾമേറ്റ് കണക്ഷനാണ് നിങ്ങൾ തമ്മിൽ. ശരിക്കും സൈക്കിൾസ് ഉണ്ടാവും ഇടയ്ക്കിടയ്ക്ക്. ഓക്കെ, ഇടയ്ക്കിടയ്ക്ക് ചില സെപ്പറേഷൻ വരാം, ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ തമ്മിൽ ഒരു ഫൈറ്റ് വരാം, നിങ്ങൾ തമ്മിലൊരു അകൽച്ച വരാം. നിങ്ങൾ ചില സമയത്ത് നിങ്ങൾ വിട്ടുപോകും എന്ന രീതിക്ക് ചിലപ്പോൾ നിങ്ങൾ നിൽക്കുന്നുണ്ടാവാം. ക്വീൻ ആയാലും കിങ് ആയാലും അങ്ങനെ എടുത്തോളൂ നിങ്ങൾ. ഓക്കെ, നിങ്ങൾ മേ ബി നിങ്ങളുടെ പേഴ്സണിനോട് ചിലപ്പോൾ പറയുമായിരിക്കും ദറ്റ് നിങ്ങൾ വിട്ടുപോകും എന്ന രീതിയിലൊക്കെ പറയുന്നുണ്ടാവാം. പക്ഷേ അവർക്കറിയാം ദറ്റ് ഇത് സെറൻഡിപ്പിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ റിപ്പീറ്റ് ആയിട്ട് സൈക്കിൾസ് നടക്കുക എന്നാണ് പറയുന്നത്. അതായത് വീണ്ടും വീണ്ടും തിരിച്ച് നമ്മൾ ഒന്നിച്ച് വരിക എന്ന രീതിയിൽ പറയാം ഇവിടെ. ഓക്കെ, ഇത് ഒരേ കാര്യം വീണ്ടും വീണ്ടും നടക്കുക എന്ന രീതിയിൽ. അപ്പോൾ അതായത് ഇപ്പോൾ നിങ്ങൾ സപ്പോസ് ഇടയ്ക്ക് ചില സമയത്ത് ഞാൻ വിട്ടു പോകും എന്നൊക്കെ പറഞ്ഞാലും അവർക്കറിയാതെ തന്നെ നിങ്ങൾ എവിടെയും പോവില്ല, നിങ്ങൾ തിരിച്ച് അവരുടെ അടുത്തേക്ക് തന്നെ വരും എന്നുള്ളത് അവർക്കറിയാം. ഓക്കെ, സോൾമേറ്റ് കണക്ഷൻ ഉണ്ട്, അവർക്കും വളരെ ഡീപ്പായിട്ട് ആക്ച്വലി നിങ്ങളോട് ആ ഫീലിംഗ് ഉണ്ട്. സ്ട്രോങ് ഫീലിങ്സ് ആണ്. അവർക്കറിയാം നിങ്ങൾ എത്രത്തോളം അവരെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളത് അവർക്ക് വളരെ ക്ലിയർ ആണ്. ഓക്കെ, നിങ്ങൾ എത്ര ദേഷ്യം കാണിച്ചാലും എന്തൊക്കെ കാണിച്ചാലും എനിക്കിവിടെ നെഗറ്റീവായിട്ട് പറയാൻ തോന്നുന്നില്ല. അങ്ങനെ അവർക്ക് ഫീൽ ചെയ്യുന്നത് നിങ്ങൾ ഒരിക്കലും അവരെ വിട്ടു പോവില്ല എന്നാണ്. ഓക്കെ, എക്സ്ചേഞ്ചിങ് ഗിഫ്റ്റ്സ് കാര്യം ഞാൻ പറയാം, ലാസ്റ്റ് പറയാം. ഇവിടെ 9 of Pentacles ആണ്. സോ നിങ്ങൾ തമ്മിൽ അത്രയും കമ്മിറ്റഡ് ആയിട്ട് റിലേഷൻഷിപ്പ് ആണ് എന്ന് വെച്ചാൽ നിങ്ങൾ തമ്മിൽ ഓക്കെ മേ ബി ഓൾറെഡി മാരീഡ് ആണെങ്കിൽ ആ രീതിക്ക് പറയാം, അല്ല മാരീഡ് അല്ലെങ്കിലും നിങ്ങൾ തമ്മിൽ അങ്ങനെ ആണ്, നിങ്ങൾ തമ്മിൽ ഓൾറെഡി ഉള്ളത് കണക്ഷൻ അങ്ങനെയാണ്, അത്രയും ഡീപ്പാണ്, സോൾമേറ്റ് കണക്ഷൻ ആണ്. ആൻഡ് നിങ്ങൾ തമ്മിൽ ഒരു ഓൾമോസ്റ്റ് മാരീഡ് എന്ന് പറയുന്ന ആ ഒരു ലെവലിലാണ് നിങ്ങളുടെ ലൈഫ്, നിങ്ങൾ പരസ്പരം. ഓക്കെ, നൈറ്റ് ഓഫ് കപ്സ് ഉണ്ട്. നിങ്ങളുടെ പേഴ്സണിനും നിങ്ങളോട് ഫീലിങ്സ് ഉണ്ട്, വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ ഫീലിങ്സ് ഉണ്ട്. നൈറ്റ് ഓഫ് പെന്റിക്കൽസ്, നൈറ്റ് ഓഫ് കപ്സും ഉണ്ട്, രണ്ടും ഉണ്ട്. സോ അവർക്ക് നിങ്ങളോട് ശരിക്കും കമ്മിറ്റഡ് ആണ് അവർ നിങ്ങളോട്. ഓക്കെ, നിങ്ങൾ ട്രീറ്റ് ചെയ്യുന്നത് ഒരു ലേശം ഒരു ഓപ്ഷനായിട്ട് ട്രീറ്റ് ചെയ്യുന്നുണ്ടാവും. അതായത് അവർക്ക് ഒരു എന്താ പറയുക, അവരെ നിങ്ങൾക്ക് അത്ര എന്താ പറയുക, ടേക്കൺ ഫോർ ഗ്രാൻറ്റഡ് എന്ന് പറയും ഇതിനെ. എന്ന് വെച്ചാൽ നിങ്ങളെ കാരണം നിങ്ങൾക്ക് അത്രയും സ്നേഹമാണെന്ന് അവർക്ക് അറിയാം, അതുകൊണ്ടാണ്. അല്ലാതെ അവർ വേണം വെച്ച് അങ്ങനെ ചെയ്യുന്നതല്ല. നമ്മൾ പറയില്ലേ എപ്പോഴും ഒരാളവിടെ ഉണ്ടാവും എന്നറിയുമ്പോൾ ഒരു ലേശം ഒരു ടേക്കൺ ഫോർ ഗ്രാൻറ്റഡ് ആയിപ്പോവും.
അതായത് നിങ്ങൾ അവിടെ ഉണ്ട്, എവിടെയും ഒന്നും പോവില്ല എന്നുള്ള ഒരു കാരണം ചില സമയത്ത് അവർ നിങ്ങളെ ആ ഒരു ഇഗ്നോർ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് അധികം സംസാരിക്കാതേക്ക് ഇരിക്കുക. അവർക്ക് തോന്നുന്നത് നിങ്ങൾ എവിടെയും പോവില്ല, അവിടെ ഉണ്ട്, ഞാൻ എന്തെല്ലാം എൻ്റെ പരിപാടി എല്ലാം കഴിഞ്ഞ് വന്നാലും നിങ്ങൾ അവിടെ ഉണ്ടാവും എന്നുള്ളൊരു തോന്നലാണ്. അപ്പോൾ ഇടയ്ക്ക് ഇപ്പോൾ നിങ്ങൾ തമ്മിൽ വല്ല വഴക്കോ വല്ലതും ഉണ്ടായാൽ തന്നെ എക്സ്ചേഞ്ചിങ് ഗിഫ്റ്റ്സ്, നിങ്ങൾ തമ്മിൽ പരസ്പരം ഒന്ന് സംസാരിക്കും. ഒരു വാക്ക്, എനിക്ക് തോന്നുന്നു ഇത് ഗിഫ്റ്റും കൂടെയല്ല, ഐ തിങ്ക് ഒരു വാക്ക് നിങ്ങൾ സംസാരിക്കുമ്പോഴേക്കും ഒരു പേഴ്സൺ ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് അവർ നിങ്ങളുടെ അടുത്ത് വന്ന ഒരു സോറി കൂടി ചിലപ്പോൾ അവർ പറയില്ല, എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. അവർ പക്ഷേ ആ ഒരു സ്നേഹത്തോടെ ഒരു വാക്ക് വന്ന് നിങ്ങളുടെ അടുത്ത് മിണ്ടിക്കഴിഞ്ഞാൽ അത് അവിടെ തീർന്നു. ഓക്കെ, ആ ഒരു വിഷമം അവിടെ, നിങ്ങളുടെ ദേഷ്യം അവിടെ തീരും. ഓക്കെ, അപ്പോൾ അവർക്ക് തോന്നുന്നത് നിങ്ങൾ രണ്ടുപേരും ഓക്കെ അത്രത്തോളം ആ ഡീപ്പ് കണക്ഷൻ ഉണ്ട്. ചോപ്പ് വുഡ് എന്ന് പറയുമ്പോൾ ആക്ച്വലി അവരും എഫേർട്ട് ഇടുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടാവില്ല, പക്ഷെ അവരും എഫേർട്ട് ഇടുന്നുണ്ട് റിലേഷൻഷിപ്പിൽ. ഓക്കെ, പക്ഷേ അവർ ചില സമയത്ത് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ദാറ്റ് ഞാൻ അവരുടെ ലൈഫിൽ ഇമ്പോർട്ടൻ്റ് അല്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട്. അത് പക്ഷെ അവരുടെ ആ ഒരു ധൈര്യം കൊണ്ടാണ്. എന്നിട്ട് അവർക്ക് തോന്നുന്നത് നിങ്ങൾ അത്രയും അവരെ വിട്ട് എവിടെയും പോവില്ല എന്നുള്ള ഒരു ധൈര്യമാണ്. കുറച്ചൊരു എന്താ പറയുക, അഹങ്കാരമാണെന്ന് കൂട്ടിക്കോളൂ. അല്ലേ, അഹങ്കാരം തന്നെയാണ് അവർക്ക്. നിങ്ങൾ അത്രയും നിങ്ങൾക്ക് ആ സ്നേഹം ഉണ്ട് എന്നുള്ള അവർക്കറിയാം. അവർക്ക് നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേഷൻ എപ്പോഴും വേണം, എപ്പോഴും നിങ്ങൾ അവരുടെ ലൈഫിൽ വേണം എന്ന് തന്നെയാണ്. ഓക്കെ, ആൻഡ് ഇവിടെ ഫുൾ കാർഡ് ഉണ്ട്. നിങ്ങൾ തമ്മിൽ ഒരു ന്യൂ ബിഗിനിങ് ഒക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ട്. ശരിക്കും ഒരു പുതിയ ലൈഫ് നിങ്ങൾ തമ്മിൽ വേണം എന്നൊക്കെ അവർക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ അവർ ചില സിറ്റുവേഷനിൽ സ്റ്റക്കാണ് എന്ന് പറയാം. ഓക്കെ, മേ ബി അതുകൊണ്ട് ചില സമയത്ത് നിങ്ങൾ തമ്മിലൊരു ചെറിയ ഡിസ്റ്റൻസ് വരുന്നുണ്ടെങ്കിൽ തന്നെ, കമ്മ്യൂണിക്കേഷൻ ഇല്ലാതെയൊക്കെ ചില സമയത്ത് ഇരിക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ ലൈഫിൻ്റെ സിറ്റുവേഷൻസ് കൊണ്ടാണ്. ഓക്കെ, പക്ഷെ ഇവിടെ വളരെയധികം ശരിക്കും അവർക്ക് പേടിയുണ്ടോ എന്ന് ചോദിച്ചാൽ യെസ് ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അവരുടെ മൈൻഡിൽ ലേശം ഒരു പേടി ഇടയ്ക്ക് വരും എന്ന് പറയാം. പക്ഷേ എന്നാലും ഒരു ധൈര്യമാണ് അവർക്ക്, ദാറ്റ് ഇല്ല നിങ്ങൾ എവിടെയും പോവില്ല എന്നുള്ളൊരു ധൈര്യമാണ്. ഓക്കെ, ഇവിടെ വേറെ എന്തൊക്കെ ഞാൻ നിങ്ങളോട് പറയേണ്ടത്. ഇനിയിപ്പോൾ ഇവർക്ക് പക്ഷെ എന്ന് വെച്ചാൽ നിങ്ങൾ തീരുമാനിക്കണം കേട്ടോ. ഓക്കെ, അങ്ങനെ ഒരുപാട് അങ്ങനെ ട്രീറ്റ് ചെയ്യാൻ വിടാനും പാടില്ല. ഓക്കെ, നിങ്ങൾക്ക് ഈക്വലായിട്ട് കിട്ടുന്നില്ല എന്ന് തോന്നിയാൽ നിങ്ങൾ സ്ട്രോങ് ആയിട്ടൊരു തീരുമാനം എടുക്കണം, അത് നിങ്ങളുടെ തീരുമാനമാണ്. പക്ഷെ ഇവിടെ എനിക്ക് ആ പേഴ്സൻ്റെ ഭാഗത്തുനിന്ന് അത് അവരുടെ ഒരു ഓവർ കോൺഫിഡൻസ് മാത്രമാണ്. ഓക്കെ, അതായത് നിങ്ങൾ ആ സ്നേഹം ഉണ്ട്, നിങ്ങൾ എവിടെയും പോയില്ല എന്നൊക്കെ. ഓക്കെ, കുറച്ച് കാർഡ്സ് കൂടെ എടുത്തേക്കാൻ ഞാൻ പറയാം. ഹെർമിറ്റ്, 5 of Swords, Ace of Pentacles, 10 of Swords, 3 of Cups. അവർക്ക് നിങ്ങളുമായിട്ടൊരു ശരിക്കും ഒരു ലൈഫ് ആഗ്രഹമുണ്ട്. ഓക്കെ, അവർക്ക് പേടിയുണ്ട്, ഇല്ല എന്നൊന്നും പറയാൻ പറ്റില്ല. ഡീപ്പായിട്ട് ചിന്തിക്കുമ്പോൾ യെസ് അവരുടെ മനസ്സിൽ പേടിയുണ്ട്. ഡെവിൾ ഉണ്ട് ഇവിടെ, ആൻഡ് ഹെർമിറ്റ്, 5 of Swords. നിങ്ങളെങ്ങാനും സൈലൻ്റ് ആയാൽ, ഓക്കെ, നിങ്ങൾ സൈലൻ്റ് ആയിട്ട് ഞാൻ മാറിക്കഴിഞ്ഞാൽ അവർക്ക് ശരിക്കും ടെൻഷൻ തന്നെയാണ് കേട്ടോ. എനിക്ക് അങ്ങനെ പറയാൻ പറ്റുള്ളൂ. ഇത് നിങ്ങൾ സൈലൻ്റ് ആവുന്ന കാര്യമാണ് എനിക്കിത് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, അതായത് നിങ്ങളൊന്ന് സൈലൻ്റ് ആയിട്ട് മാറിയാൽ, അവരുടെ അടുത്ത് സംസാരിക്കാതെ ആയാൽ, ഒന്ന് കുറച്ച് അകന്നൊക്കെ നിന്നാൽ അവർക്ക് വളരെയധികം ടെൻഷൻ. നിങ്ങളൊന്ന് ഫൈറ്റ് ചെയ്തിട്ട് ഇപ്പോൾ മാറി നിന്നാൽ അവർ ഓക്കെ ആയിട്ടൊക്കെ കാണിക്കും ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത്, പക്ഷെ അവരെ മനസ്സിൽ ഭയങ്കര അധികം ടെൻഷൻ കയറി വരുന്നതാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, അവർക്ക് ഒരുപാട് ടെൻഷനും പേടിയും വിഷമവും എല്ലാം കയറി വരുന്നതായിട്ട് തന്നെയാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, അങ്ങനെ നിങ്ങൾ നിൽക്കുമ്പോൾ അവർക്ക് പേടി വരും, പക്ഷെ അത് കഴിഞ്ഞ് തിരിച്ച് നിങ്ങൾ സംസാരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ വീണ്ടും അവർ പക്ഷേ പഴയ പോലെ നിങ്ങളെ ആ ഒരു രീതിക്ക്, അത് ആ സ്നേഹം അങ്ങനെയാണ്. ഓക്കെ, പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ Ace of Pentacles ആണുള്ളത്. സോ നിങ്ങൾ തമ്മിൽ അത്രയും കമ്മിറ്റഡ് ആണ്, അവരും കമ്മിറ്റഡ് ആണ്, നിങ്ങളും അവരോട് കമ്മിറ്റഡ് ആണ്. ഇവിടെ നിങ്ങൾ തമ്മിൽ ഇപ്പോൾ ഈ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഇവിടെ ഒരു കാർഡ് നേരത്തെ വന്നിരുന്നു. ഓക്കെ, ഒരു പിടിയും വലിയും ഉള്ള ഒരു 5 of Wands-ന്റെ ഒരു കാർഡ് ഉണ്ടായിരുന്നു. പിടിയും വലിയും നടത്തിയിട്ട് കാര്യമൊന്നുമില്ല. ഓക്കെ, ഇവിടെ ആരാണ് കൂടുതൽ സ്നേഹം എന്ന് നോക്കിയിട്ട് കാര്യമൊന്നുമില്ല, രണ്ടുപേർക്കും ഉണ്ട്, ഈക്വലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ റിലേഷൻഷിപ്പ് നിങ്ങൾ എൻഡ് ആവുന്നതായിട്ട് എനിക്ക് തോന്നുന്നൊന്നുമില്ല. ഓക്കെ, ചില അകൽച്ചകളുടെ ഇടയിൽ വന്നാലും പേഴ്സണിന് ശരിക്കും ഡീപ്പ് ഫീലിങ്സ് ഉണ്ട്, അവർ നിങ്ങളെ വിടില്ല എന്ന രീതിക്ക് തന്നെയാണ്. ഓക്കെ, അവർ കമ്മിറ്റഡ് ആണ് നിങ്ങളോട്. മേ ബി അവർ ചില കാര്യങ്ങളിൽ സ്റ്റക്കായിരിക്കാം, അത് അവരുടെ സിറ്റുവേഷൻസ് ലൈഫിൽ എന്താണെന്ന് നമ്മളിപ്പോൾ ഇവിടെ ആ സെപ്പറേറ്റ് എടുത്ത് നോക്കുന്നില്ല. പക്ഷേ അവരുടെ മനസ്സിൽ ചില കാര്യങ്ങൾ കൊണ്ട് അവർ സ്റ്റക്കായിരിക്കാം. അതുകൊണ്ട് മേ ബി നിങ്ങൾ തമ്മിൽ കമ്മിറ്റഡ് ആയിട്ട് ചിലപ്പോൾ മാരേജ് ഫ്യൂച്ചർ എന്ന രീതിക്ക് എനിക്കറിയില്ല, ഇനിയിപ്പോൾ നമ്മളത് നോക്കുന്നില്ല ഇവിടെ. പക്ഷേ അവർ കമ്മിറ്റഡ് ആണ്. ഓക്കെ, മനസ്സുകൊണ്ട് അവർ ശരിക്കും നിങ്ങളോട് കമ്മിറ്റഡ് ആയിട്ട് ആ ഒരു ഫീലിംഗ് ആണ് അവർക്കുള്ളത്. നിങ്ങളുമായിട്ട് സന്തോഷം വേണം എന്ന രീതിക്കൊക്കെ തന്നെയാണ്. അവർക്ക് പേടിയുണ്ട് ശരിക്കും. ഡെവിൾ കാർഡ് ഉണ്ട് ഇവിടെ, ഡെവിളും 10 of Swords ഇവിടെ ആയിരുന്നു. ഓക്കെ, 10 of Swords പറയുമ്പോൾ നിങ്ങൾ അത്രയും അവരൊരു വിഷമം അനുഭവിക്കുന്നതായിട്ടാണ്. നിങ്ങളെങ്ങനെ സൈലൻ്റ് ആയിട്ട് പോയി കഴിഞ്ഞാൽ, അവരുടെ അടുത്ത് ഫൈറ്റ് ചെയ്ത് മാറിക്കഴിഞ്ഞാൽ അവർക്ക് ശരിക്കും നല്ലോണം വിഷമം തന്നെയാണ്. അവരപ്പോൾ തന്നെ നിങ്ങളുടെ അടുത്ത് ഇമ്മീഡിയറ്റ്ലി വന്ന് കാര്യങ്ങൾ സോൾവ് ചെയ്യാനൊക്കെ വരും ചെയ്യും. അവരിങ്ങോട്ട് വന്നില്ലെങ്കിലും അവർ എക്സ്പെക്ട് ചെയ്യും, എന്നിട്ട് നിങ്ങൾ അങ്ങോട്ട് വരാനൊക്കെ അവർ എക്സ്പെക്ട് ചെയ്യും. ഓക്കെ, അവർ ആ വെയിറ്റ് ചെയ്ത് നിൽക്കും നിങ്ങൾക്ക് വേണ്ടി. അവരുടെ ഒരു ഈഗോ കളഞ്ഞ് ചിലപ്പോൾ വരില്ലായിരിക്കും, പക്ഷെ എന്നാലും അവർക്ക് നിങ്ങളെ വേണം എന്ന് തന്നെയാണ്. ഓക്കെ, അങ്ങനെ വിട്ടൊന്നും കളയില്ല. അപ്പോൾ പേടിയൊക്കെ ഉണ്ട്, ഇല്ല എന്ന് പറയാൻ പറ്റില്ല, പേടിയുണ്ട് അവർക്ക്. ഓക്കെ, നമുക്ക് മെസ്സേജസ് കൂടി നോക്കിയേക്കാം. പേഴ്സൺ എന്താ പറയുന്ന കുറച്ച് മെസ്സേജസ് കൂടി എടുക്കാം.
യു ആർ മൈ സോൾമേറ്റ്. ഇറ്റ് മസ്റ്റ് ബി റിട്ടൺ ഇൻ ദ സ്റ്റാർസ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഞാൻ പറയാം. ഐ ആം ലീവിങ്, ലെറ്റ് മീ ഗോ എന്ന് പറയുന്നുണ്ട്. ഐ എം സോറി എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അറ്റാച്ച് ടു മൈ എക്സ്. ഓക്കെ, ചിലവർക്ക് ഫൈൻഡിങ് മൈ സെൽഫ്, ടിയേഴ്സ്. ഓക്കെ, യു ആർ മിസ്റ്റീരിയസ് ആൻഡ് യു ആർ സോ സ്പെഷ്യൽ എന്നുണ്ട് ഇവിടെ കേട്ടോ. ഓക്കെ, യു ആർ ട്രൂലി ഡിവൈൻ. ഐ ഹവ് നെവർ ഫെൽറ്റ് എനർജി ലൈക്ക് യുവേഴ്സ് ബിഫോർ ആൻഡ് ഐ കാൺ ഗെറ്റ് ഇനഫ്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ പറയുന്നത് നിങ്ങളോട് അത്രയും അവർക്ക് നിങ്ങളെ സ്പെഷ്യൽ ആയിട്ടാണ് അവർക്ക് കാണുന്നത്. ഓക്കെ, ഇവിടെ ഓൾറെഡി നമ്മൾ പറഞ്ഞു സോൾമേറ്റ് കണക്ഷൻ ആണ്, വളരെ ഡീപ്പ് സോൾമേറ്റ് കണക്ഷൻ തന്നെയാണ്. നിങ്ങൾ തമ്മിലുള്ളത് ഒരു വിധിയാണ്, ഫെയ്റ്റ് ആണ് നിങ്ങൾ തമ്മിൽ മീറ്റ് ചെയ്തത്, നിങ്ങൾ ഒന്നിച്ചാവേണ്ട തന്നെയാണ് എന്നാണ് അവരും വിശ്വസിക്കുന്നത്. ഐ എം ലീവിങ് എന്ന് പറയുന്നുണ്ട്. ഐ എം റെഡി ടു ലീവ് എ സിറ്റുവേഷൻ ഓർ മൈൻഡ് സെറ്റ് ദാറ്റ് ഹാസ് നോട്ട് സെർവ്ഡ് മീ ആൻഡ് ഹിൻഡേർഡ് മൈ ഗ്രോത്ത്. ഓക്കെ, ഇത് നിങ്ങളുടെ അടുത്ത് നിന്നല്ല. ഓക്കെ, ഇത് പറയുന്നത് അവർ വേറൊരു സിറ്റുവേഷൻ വിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ തയ്യാറാണ് എന്നാണ് പറയുന്നത്. നമ്മൾ നേരത്തെ കണ്ട കാർഡ് വെച്ചിട്ട് അവിടെ സ്റ്റക്കായി നിൽക്കുന്നത് കണ്ടതിൽ അവിടെ ക്വീൻ ഓഫ് സോർഡ്സ് നമുക്ക് വേണമെങ്കിൽ നിങ്ങളുടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന രീതിക്ക് എടുക്കാം. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ ഒരു തേർഡ് പാർട്ടി ഉണ്ട്, അതിലവർ സ്റ്റക്കാണ് എന്ന് പറയാം നമുക്ക്. അങ്ങനെയാണെങ്കിൽ ആ സിറ്റുവേഷനിൽ നിന്ന് അവർ വിട്ടു വരാൻ അവർ തയ്യാറാണ് എന്നാണ് പറയുന്നത്. അവരുടെ ലൈഫിൽ ഗ്രോത്തോ ഒന്നും കൊണ്ടുവരാത്ത ഒരു കാര്യത്തിൽ നിന്ന് അവർ മാറി വരാൻ റെഡിയാണ് എന്നാണ് പറയുന്നത്. ലെറ്റ് മീ ഗോ എന്ന് പറയുന്നുണ്ട്. യു ഡിസേർവ് ഓൾ ദ ഗുഡ് തിങ്സ് ഇൻ ദിസ് വേൾഡ് ആൻഡ് റൈറ്റ് നൗ ഐ എം നോട്ട് ഇൻ എ സ്പേസ് ടു ഗിവ് യു ദ ടൈപ്പ് ഓഫ് കണക്ഷൻ യു ഡിസേർവ്. ഓക്കെ, ചില സമയത്ത് അവർക്കൊരു വിഷമമുണ്ട് ദാറ്റ് നിങ്ങൾക്ക് പറ്റിയ ഒരു ലൈഫ് അവർക്ക് തരാൻ സാധിക്കുന്നില്ല എന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ഇടയിൽ ഐ തിങ്ക് അവർ ഇങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങൾ അവരെ വിട്ട് കളഞ്ഞ് നിങ്ങൾ പൊയ്ക്കോ എന്നും പറയുന്നുണ്ട്. നിങ്ങൾ വേറൊരു നല്ല ലൈഫിലേക്ക് നിങ്ങൾ ചൂസ് ചെയ്ത് പൊയ്ക്കോളൂ എന്നും പറയുന്നുണ്ട്. ഓക്കെ, മേ ബി അവർക്ക് തോന്നുന്നുണ്ടാവാം നിങ്ങൾ നല്ലൊരു ലൈഫ് ഡിസേർവ് ചെയ്യുന്നുണ്ട്, അത് അവർക്ക് തരാൻ പറ്റുന്നില്ല എന്നവർക്ക് തോന്നലുണ്ടാവും. അപ്പോൾ അവർ ചില സമയത്ത് അവരുടെ മൈൻഡിൽ ആ ഒരു കൺഫ്ലിക്റ്റും വരുന്നുണ്ട്. ഓക്കെ, ഐ എം സോറി എന്നും പറയുന്നുണ്ട്. ഐ ഹേറ്റ് ഹൗ മച്ച് ഐ ഹവ് ഹേർട്ട് യു. ഐ എം സോ സോറി ഫോർ ഓൾ ദ പെയിൻ ഐ ഹവ് കോസ്റ്റ്. യു ഡിഡ്ന്റ് ഡിസേർവ് എനി ഓഫ് ഇറ്റ്. അവർക്ക് ഞാൻ പറഞ്ഞില്ലേ, അവർക്ക് നിങ്ങളെ ഹേർട്ട് ചെയ്തു വല്ലപ്പോഴും എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവർക്ക് നല്ല സങ്കടം തന്നെയാണ്. അവർ നേരിട്ട് പറഞ്ഞില്ലെങ്കിലും അവരുടെ മനസ്സിൽ ആ ഒരു കുറ്റബോധം എപ്പോഴും വരാറുണ്ട്. അവർക്ക് സോറി പറയുന്നുണ്ട് അവർ നിങ്ങളോട്. ഓക്കെ, അറ്റാച്ച് ടു മൈ എക്സ്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ ചിലവർ ഐ എം അറ്റാച്ച് ടു മൈ എക്സ് ഇമോഷണലി, ഫിസിക്കലി ആൻഡ് ഓർ സ്പിരിച്വലി. ഐ നീഡ് ടൈം ആൻഡ് സ്പേസ് ടു ബ്രേക്ക് ദിസ് കണക്ഷൻ. ഓക്കെ, അവർ പറയുന്നുണ്ട് ദാറ്റ് ആ തേർഡ് പാർട്ടിയിൽ നിന്ന് അവർ വിട്ട് വരാൻ അവർ ശ്രമിക്കുന്നുണ്ട്, തയ്യാറാണ് എന്ന രീതിയിൽ. പക്ഷെ അതിന് കുറച്ച് സമയം എടുക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, ഫൈൻഡിങ് മൈ സെൽഫ്. ഇറ്റ് വാസ് ടൈം ഐ വെൻറ്റ് വിത്തിൻ ടു ഫൈൻഡ് മൈ സെൽഫ് അഗെയിൻ. ഐ നീഡ് ടു ഫിഗർ ഔട്ട് വാട്ട് ഐ വാണ്ട്. ഇത് മേ ബി നിങ്ങൾ തമ്മിലൊരു സെപ്പറേഷൻ, നോ കോണ്ടാക്ട് ഒക്കെ വരുന്ന ഇടയ്ക്ക് അവർ മാറി നിൽക്കുന്നുണ്ടെങ്കിൽ ഓക്കെ, അവരത് അവനവൻ്റെ കാര്യം അവർ മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. അവരവൻ്റെ ലൈഫിനെ കുറിച്ച് ചിന്തിക്കുകയാണ്. അവരുടെ ലൈഫിൽ എന്താ നല്ലത്, എന്താ നന്നല്ലാത്തത്, എന്താണ് അവർക്ക് വേണ്ടത് ശരിക്കും, അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ അവർ മനസ്സിലാക്കാൻ കൂടി ശ്രമിക്കണം. അതുകൊണ്ടായിരിക്കും ചില സമയത്ത് മാറി നിൽക്കുന്നത്. ഓക്കെ, ആൻഡ് ടിയേഴ്സ്. വെൻ ഐ തിങ്ക് അബൌട്ട് യു ഐ ക്രൈ. ഇത് ലേഡീസ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി അവർക്ക് കരയുന്നുണ്ട്. ജെൻസ് ആണെങ്കിലും ഓക്കെ, അവർ നിങ്ങളെ ഓർക്കുമ്പോൾ തീർച്ചയായിട്ടും അവർ കരയുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ അറിയുന്നുണ്ടാവില്ല ചില സമയത്ത് രാത്രി എന്ന് ആരും കാണാതെ എന്നൊക്കെ പറയാം. അവർക്ക് ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇടയ്ക്ക് നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലും ഫൈറ്റ് ആയിട്ട് നിങ്ങൾ മാറി നിന്ന് കഴിഞ്ഞാൽ അവർക്ക് തീർച്ചയായിട്ടും ആ വിഷമം അവർ തട്ടുന്നുണ്ട്. അവർ കരയും നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ, അല്ലെങ്കിൽ അവർ നിങ്ങളോട് ചെയ്ത എന്തെങ്കിലും തെറ്റുകളെക്കുറിച്ച് ഓർക്കുമ്പോൾ അവർ കരയും എന്നാണ് പറയുന്നത്. ഓക്കെ, പക്ഷെ അവരുടെ ലൈഫിൽ ഇപ്പോൾ വേറെ ഐ തിങ്ക് ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്. സോ അത് എൻഡ് ചെയ്തിട്ട് അവർ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ട്, വേണമെന്നുണ്ട്. നിങ്ങളൊരിക്കലും അവരെ വിട്ടുപോകില്ല എന്ന് അവർക്കൊരു ധൈര്യമുണ്ട്. പക്ഷെ എന്നാലും പേടിയുണ്ട്. മനസ്സിൻ്റെ ഉള്ളിൽ അവർക്ക് ഡീപ്പായിട്ട് നോക്കുമ്പോൾ പേടിയുണ്ട്. ദറ്റ് ഇനി എങ്ങാനും പോയാലോ എന്നൊരു ടെൻഷനും ഉണ്ട്. ഓക്കെ, സോ വളരെ നല്ല റീഡിങ്. ആക്ച്വലി അവരുടെ ഫീലിങ്സ് നമുക്ക് നന്നായി മനസ്സിലായി എന്ന് വിചാരിക്കണം. ഓക്കെ, എന്തായാലും നല്ലൊരു ദിവസമായിരിക്കട്ടെ എല്ലാവർക്കും. നന്ദി, നമസ്കാരം.